യോഗവിദ്യ പറഞ്ഞാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതാ ഈ പടിയാറും? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. പടിയാറും കടന്ന 7ാമത്തെ സഹസ്രാരം. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗേറ്റുണ്ട്. ആണ് 6 ഗേറ്റും കടന്നിട്ട് ചെല്ലുമ്പോഴാണ് സനകാദികളെ ജയനും വിജയനും തടയണത്. കാരണം അഹങ്കാരം അപ്പോഴും പോയിട്ടില്ല. അവർക്ക് ഭേദഭാവമുണ്ട്. അവര് വസ്ത്രം ധരിക്കാതെ വന്ന കുട്ടികളാണെന്നുള്ളതുകൊണ്ട് ഇങ്ങനെയാണോ ഭഗവാനെ കാണാൻ വരിക ചോദിച്ചപ്പോൾ സനകാദികൾ തിരിച്ചു ചോദിച്ചു, ഇവിടെയും ഭേദഭാവോ? ഈ ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പോഴും ഭേദഭാവം. അതുകൊണ്ട് പോയിട്ട് ജനിച്ചിട്ട് വാ, താഴത്തെ ചക്രങ്ങളിൽ പോയി ജനിക്കും, എന്നിട്ട് കയറി വീണ്ടും വാ പറഞ്ഞ് ശപിച്ച് പറഞ്ഞു വിട്ടു. കാരണം സഹസ്രാരം വൈകുണ്ഠാണ്, സഹസ്രാരം കൈലാസാണ്, സഹസ്രാരം തന്നെയാണ് ഗോലോകം, സഹസ്രാരം തന്നെയാണ് എത്തിച്ചേരേണ്ടതൊക്കെ എത്തിച്ചേരേണ്ട ആത്യന്തികമായിട്ടുള്ള ലോകം. അത് നമ്മുടെ ശരീരത്തിൽ അവിടെ പറയണം. അവസ്ഥയായിട്ട് പറഞ്ഞാൽ എല്ലാ സംശയങ്ങളും അവസാനിക്കേണ്ട. എല്ലാ സംശയങ്ങളും എപ്പോഴും അവസാനിക്കുക? ഈ ലോകത്തിൽ ഒന്നല്ലാണ്ട് രണ്ടായിട്ട് ഒന്നുമില്ല എന്നറിയുമ്പോൾ സംശയങ്ങൾ അവസാനിക്കും. അല്ലാണ്ട് ഒരു സംശയം അവസാനിക്കില്ല, ഒരു തൃപ്തിയും വരില്ല. ജീവിതത്തിൽ തൃപ്തി കിട്ടില്ല. തൃപ്തി വരണോ അത് ഇത് ഒന്നാണെന്ന് തിരിച്ചറിയണം. അനുഭവത്തിൽ വരണം. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എത്ര പ്രഭാഷണം കേട്ടിട്ടും കാര്യമില്ല, എത്ര സ്തോത്രം വായിച്ചിട്ടും കാര്യമില്ല. മധുരത്തിനെ കുറിച്ചിട്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടും എസ്സേകൾ വായിച്ചിട്ടും കാര്യമില്ല. അതിന് പകരം ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് വായിലിട്ടാൽ മതി, വളരെ എളുപ്പമാണ്. ഇടൂ. അത് ചെയ്യാൻ പഠിക്കുക.